ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇൻ്റർവ്യൂ വ്ളോഗാണ്. സോ ഞങ്ങൾ ഇന്ന് AC ബസ്സിലാണ് പോകണം. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്കൊന്നും കൊച്ചി പോകാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾ AC ബസ്സിലാണ് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കൊരു ഷൈ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെയും ഓക്കെ കാര്യമില്ല പറഞ്ഞിട്ട് എടുത്തു. അതിന് ശേഷം എനിക്കൊരു സീറ്റ് അവനൊരു സീറ്റാണ്. വേറെ സെപ്പറേറ്റ് ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരോ സമയത്തും ഉറങ്ങും, പിന്നെ എണീച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെയും ഉറങ്ങും, പിന്നെയും എണീച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് പിന്നെ ഷൊട്ട് എടുക്കാൻ മറന്നുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ. എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. ഒരു ചേച്ചി എണീച്ചിട്ട് പോയപ്പോൾ പിന്നെ ഞാൻ സൈഡ് സീറ്റിൽ വന്ന് ഇരുന്നതാണ്. ഞങ്ങൾക്ക് എടപ്പള്ളിയിലാണ് ഇറങ്ങേണ്ടത്. സോ ഒരു കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കണം, എപ്പോഴാണ് ഇറങ്ങണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എടപ്പള്ളി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി എവിടേക്ക് പോകണം എന്നറിയില്ല. അത്യാവശ്യം എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നല്ല സൂപ്പറായിട്ടുള്ള നെയ് റോസ്റ്റും വടയും കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങളുടെ റോഡ് ക്രോസ് ചെയ്യാൻ പോയി. എത്ര നേരമാണ് നിൽക്കണേ. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത ശേഷം ഇനി എവിടേക്ക് പോകണം എന്നറിയില്ല. ലൊക്കേഷൻ നോക്കിയാലൊന്നും മനസ്സിലാവണില്ല. കുറേ അങ്ങോട്ട് നടന്നു, കുറച്ച് ഇങ്ങോട്ട് നടന്നു. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോയി. അവിടെ എത്തിയ ശേഷമാണ് ഒരു കാര്യം അറിയണേ. ഈ പൊട്ടൻ ഈ കുട്ടി റെസ്യൂം എടുത്തിട്ടില്ല ഗൈസ്. അതെ, പൊട്ടം തിരിയുന്ന പോലെ തിരിയുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നു. അങ്ങനെ ഓരോ ഭ്രാന്തകൾ പറഞ്ഞ് നടന്ന അവസാനം ഞങ്ങൾ കമ്പനി കണ്ടുപിടിച്ചു. പക്ഷേ റെസ്യൂം ഇല്ല. ഞങ്ങൾ ഫോട്ടോഷോപ്പ് തിരഞ്ഞ് ഫോട്ടോസ്റ്റാറ്റ് കട തിരഞ്ഞ് മതിയായി. അവസാനം ഞങ്ങൾ ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്തു. എന്നിട്ട് അത് നമുക്ക് കിട്ടിയതിൻ്റെ പ്രകസനമാണ് ഇത് കാണുന്നത്. ഹലോ ഗൈസ്, ഈ ഡമ്മി ചെക്കൻ ഒരു തേങ്ങ അറിയില്ല. എന്നെ കൊണ്ട് അവിടെയോ കൊണ്ടുവരുന്നു. ഇവനെ അറിയുമ്പോട്ട് ഞാൻ അപ്പം ഞങ്ങൾ ഇവനെയും വെറുപ്പിച്ചിട്ട് ഇങ്ങനെയും നടക്കുകയാണ്. നടന്ന് കാല് വേദനിക്കല്ലാണ്ട് ഒരു തേങ്ങ എത്തുന്നില്ല. അവസാനം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മെട്രോയിലേക്ക് കയറുന്നതും ഞാൻ ഈ ഒരു പ്ലേസിൽ വരുന്നതും ആദ്യമായിട്ടാണ്. സോ നടന്ന് നല്ല രീതിക്ക് വിയർത്ത് കുളിച്ച് മാതിരി ടയേർഡായി. എന്നിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കയറി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ട് അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ മെട്രോ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ പോവുകയാണ്. സോ ഞാൻ ഇങ്ങനെ ഓരോ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ട്രെയിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പം ഞാൻ വലിയ പട്ടിഷോക്ക് ഇറക്കി. അവസാനം നമ്മൾ കാത്തിരുന്ന നമ്മുടെ മെട്രോ എത്തി ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നേരം പിടിച്ച് നോക്കണമായിരുന്നു. ആൾക്കാർ വേറെ ഐഫോണുള്ളവരൊക്കെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആൻഡ്രോയിഡും വെച്ച് എടുക്കുകയാണ്. എല്ലാവരും നോക്കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇത് വിഷയമല്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോയും വീഡിയോസൊന്നും എടുത്തില്ല. എനിക്ക് ഒരുമാതിരി ശയ്യായി. അതിന് ശേഷം ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ തൃശ്ശൂർ വരെ ട്രെയിനിലാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കയറി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകാൻ നിൽക്കണത്. എന്നിട്ട് അവസാനം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് അങ്ങനെ പോയി. വെറുതെ പട്ടി തിരിഞ്ഞ പോലെ തിരിഞ്ഞു. വെറുതെ ഈ ബസ് കയറി. അവസാനം തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ പാലക്കാട്ട് KSRTC ബസ് കയറി. അതോ അമ്മാതിരി വരും. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സുഖമായിരുന്നു വന്നു. ഈ കുതിരാനിൽ പോകുമ്പോൾ ഒരു പ്രത്യേക തരം സുഖമാണ്. നല്ല അടിപൊളിയല്ലേ കാഴ്ച കാണിച്ചു തരാം. ഞാൻ കുതിരാൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം അറിഞ്ഞത്. ഇപ്പം എൻ്റെ ഫോൺ അവിടെ താഴെ വീണാൽ കൂടെ അവരെനിക്ക് നിർത്തിയിട്ട് എടുക്കാനുള്ള സാവകാശം തരില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുറേ ട്രാവൽ ചെയ്ത ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ചേച്ചി വിളിക്കാൻ വരാൻ പറഞ്ഞു. സോ നല്ല ടയേർഡായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വരും എന്നുള്ള വിശ്വാസത്തിരിക്കുകയാണ്. എൻ്റെ നാട്ടുകാരൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ പെണ്ണിനെ വട്ടാണോ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ പറയുമ്പോഴാണ് ഒരു ബാക്കിൽ രണ്ട് ഏട്ടന്മാർ, ആരാ പോലും അറിയില്ല, അവരൊരു നോട്ടം നോക്കിയിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.